ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ പല സ്റ്റുഡൻസും പറന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കാണാം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10, 40 സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരു 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 50% ഓഫ് ദ ആൾക്കാര് പലരും എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 16, 15 ഇനി അടുത്ത 24, 25-നൊക്കെ ഓൾമോസ്റ്റ് മിക്ക യൂണിവേഴ്സിറ്റികളുടെ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇവിടെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ബേസിക് ക്വസ്റ്റ്യൻസ് അതൊക്കെ ചോദിക്കാം. അപ്പോൾ ബേസിക്കലി നമുക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ആൻസർ ആദ്യം പറയാം. ഒന്ന്, ഷാർപ്പ് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുമോ നമ്മളുടെ ബാഗേജിനകത്ത്? അപ്പോൾ നമുക്ക് 2 ബാഗേജ്, 2 or 3 ബാഗ് കൊണ്ടുപോകാം കേട്ടോ. ഒന്ന് ക്യാരി ഓൺ, നമുക്ക് ലഗേജ് ആയിട്ട് കയറ്റി വിടാൻ പറ്റുന്ന മെയിൻ ലഗേജ്. അപ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ പറയുകയാണെങ്കിൽ നമുക്ക് L+H+W ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് എല്ലാം കൂടെ 158 സെന്റിമീറ്റർ വരെയുള്ള ബാഗാണ്. ഒരു ബാഗിന് 23 കിലോ, 2 ബാഗ് വരെ കൊണ്ടുപോകാം. അപ്പം നിങ്ങളുടെ ഫ്ലൈറ്റ് കരിയർ എന്താണോ, ഇപ്പോൾ കോണ്ടസ് ആണെങ്കിൽ 2 ബാഗ് പറ്റും. 40 കിലോ, 44 കിലോ, സ്റ്റുഡൻസിനൊക്കെ 40, 45 കിലോ ഒക്കെ അലോ ചെയ്യുന്ന കരിയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഫ്ലൈറ്റ് പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ഒരു ബാഗിന് 23 കിലോയിൽ കൂടുതൽ വെയിറ്റ് വരാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 പേര് കൂടിയൊക്കെ എടുത്ത് പൊക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ബാഗ് ആണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിന് പെനൽറ്റി അടിക്കും. അപ്പോൾ ഒരു ബാഗിന് 23 കിലോ ഒക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ 2 ബാഗ് കൂടെ ഒരു 46 കിലോ വരെ. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫ്ലൈറ്റ് കരിയർ, എത്ര വെയിറ്റ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് ടിക്കറ്റിൽ നോക്കി ഉറപ്പാക്കിയിട്ട് അതനുസരിച്ച് ബാഗ് പാക്ക് ചെയ്യാം. പിന്നെ നമുക്കൊരു പേഴ്സണൽ ബാഗ് അല്ലാതെ ക്യാരി ഓൺ ബാഗേജ്, നമുക്ക് ക്യാബിൻ ബാഗ്, നമ്മുടെ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ മുകളിലുള്ള സ്പേസിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കുഞ്ഞു ബാഗ്. അപ്പോൾ ആ ബാഗ് 40 സെന്റിമീറ്റർ, 55 സെന്റിമീറ്റർ, 23 സെന്റിമീറ്ററിന്റെ ഒരു ഡയമെൻഷനിലുള്ള ഒരു ചെറിയ ബാഗ്. അത് 7 കിലോ വരെയാണ് സാധാരണ രീതിയിൽ സ്റ്റാൻഡേർഡ്. ചില കരിയേഴ്സ് 10 കിലോ പറയാറുണ്ട്, പക്ഷെ 7 കിലോ ആണ് മിക്ക കരിയേഴ്സും പറയുന്ന വെയിറ്റ്. അപ്പോൾ അതും നോക്കിയിട്ട് അതനുസരിച്ച് പാക്ക് ചെയ്യാം. പിന്നെ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യാനായിട്ടുള്ള വാക്യൂം പമ്പ്സ് ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്തപ്പോൾ അത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. അപ്പം ഒത്തിരി ബാഗ് സൈസ് ഷ്രിങ്ക് ആയി. സാധാരണ ഞാൻ ഓർക്കും 23 കിലോയുടെ പെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഒരു 17, 18 കിലോ ആകുമ്പോഴത്തേക്കും ബാഗ് നിറയും. പിന്നെ എന്നാ വെക്കാൻ പറ്റും എന്നാലോചിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഈ വാക്യൂം പമ്പ് വെച്ചിട്ട് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പേപ്പർ പോലെ ആവും. പക്ഷെ തുണിക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജീൻസോ കാര്യങ്ങളോ ഡ്രസ്സോ ടീഷർട്ടോ ഒക്കെ അങ്ങനെ അതിനകത്ത് വെച്ച് വാക്യൂം പമ്പ് വെച്ച് ഒന്ന് കംപ്രസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നന്നായിരിക്കും. നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്യാം. നിങ്ങൾക്ക് പറയുന്ന വെയിറ്റ് ഒക്കെ കൊണ്ടുപോകാം. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകാൻ പറ്റുമോ? കത്തിയൊക്കെ ഉണ്ട്, കൊല്ലനെ കൊണ്ട് കാച്ചിച്ച അടിപൊളി കത്തിയാണ്, ഇത് വെച്ച് തന്നെ മീൻ കറി വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈ കത്തി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഫ്ലൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് കളയും കേട്ടോ. അപ്പോൾ അത് നെയിൽ കട്ടർ പോലും സമ്മതിക്കുകയില്ല, സിസേഴ്സ് പോലും സമ്മതിക്കുകയില്ല. ഇപ്പം ചെറിയത് മാനിക്യൂർ ചെയ്യുന്ന ടൈപ്പ് ചെറിയ സിസർ, നെയിൽ കട്ടർ അങ്ങനത്തെ ഒക്കെ ചോദിച്ചാൽ പോലും അതും എടുത്ത് കളയുക ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും, ഷാർപ്പായിട്ടുള്ള ഒരു സാധനവും കൊണ്ടുപോകാതിരിക്കുക. പിന്നെ പെർഫ്യൂം, ഡിയോഡറൻസ് ഒക്കെ കൊണ്ടുപോകാമോ എന്നുള്ള ക്വസ്റ്റ്യൻ കാണും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് ആവശ്യമുള്ളത് 100 ml വരെ ഉള്ള ബോട്ടിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരി ഓൺ ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ബാഗിൽ 7 കിലോ അതിനകത്ത് പറ്റും. അതിന് മേളിൽ ലിക്വിഡ്സ്, ക്രീം, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അലോ ചെയ്യത്തില്ല. അതൊക്കെ നമ്മൾ മെയിൻ ബാഗേജ്, മെയിൻ ലഗേജിനകത്താണ് വെപ്പിക്കുന്നത്. അപ്പം അതിനകത്ത് വെക്കാം. ഇപ്പുറത്ത് കരുതുന്ന പ്രശ്നമാണ്. പിന്നെ ബാറ്ററി ഐറ്റംസ് ഒക്കെ പറ്റുമോ? പിന്നെ അതും നിങ്ങളുടെ പേഴ്സണൽ യൂസിനുള്ള അളവിലേ പറ്റത്തുള്ളൂ കേട്ടോ. ബൾക്കായിട്ട് ഒത്തിരി ഐറ്റംസ് അങ്ങനെ കൊണ്ടുപോകരുതെന്നാണ് പറഞ്ഞത്. പേഴ്സണൽ ആവശ്യത്തിനുള്ളത് കൊണ്ടുപോകാം. പിന്നെ ലാപ്ടോപ്പ്, മൊബൈല് ഇതൊക്കെ എവിടെ വെക്കണ്ടേന്ന് ചോദിക്കുന്നത്. എല്ലാം ഇങ്ങനെ ബാറ്ററി ഉള്ള ഏത് ഡിവൈസും, ഏത് ഇലക്ട്രോണിക് ഡിവൈസും കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ക്യാരി ചെയ്യുന്ന ബാഗില്ലേ, നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ക്യാബിൻ ബാഗിനകത്ത് തന്നെയാണ് വെക്കേണ്ടത്. അത് അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് ഡിറ്റക്ട് ചെയ്ത് തുറപ്പിച്ച് നിങ്ങളുടെ സമയം ഒരുപാട് പോകും. പിന്നെ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് കഷ്ടപ്പെടണം. അപ്പോൾ അത് മറക്കരുത്. ബാറ്ററി, പവർ ബാങ്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ക്യാബിൻ ബാഗിൽ, നിങ്ങളുടെ കൂടെയുള്ള ചെറിയ 7 കിലോ ബാഗിൽ തന്നെ വെക്കണം. മറന്നു പോകരുത്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകരുത്. സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ചെക്ക് ഇൻ ചെയ്യുന്ന ലഗേജിനകത്ത്
പാത്രങ്ങൾ ഒക്കെ യുട്ടൻസിൽസ് കൊണ്ടുപോകാം. നോൺ സ്റ്റിക്കോ സ്റ്റീലോ അലൂമിനിയമോ എന്ത് വേണേലും കൊണ്ടുപോകാം. പ്രഷർ കുക്കർ കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നുണ്ട്, കൊണ്ടുപോകാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബേസിക്കലി. പിന്നെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. നമ്മളെ കഴിഞ്ഞ ഇൻടേക്കിൽ നമ്മുടെ കുട്ടികൾ പോയ വഴിക്ക് ഒരു കുട്ടിയുടെ ഫാദർ ഒരു 1/2 കിലോ മീൻ മേടിച്ചുകൊണ്ട് വന്നു എയർപോർട്ടിൽ. അത് നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പം അത് കൊണ്ടുപോകാനല്ല, അത് നമ്മളോട് ചോദിച്ചൊന്നുമില്ല, എടുത്ത് കൊണ്ട് വെക്കാൻ പോവുക. അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. അങ്ങനത്തെ സാധനം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും ആ രാജ്യത്തേക്ക് കയറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസ്യൂം ചെയ്ത് ഫ്ലൈറ്റേ വെച്ചും കൺസ്യൂം ചെയ്തിട്ട് അതിനപ്പുറത്തോട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് വല്ലതും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെനൽറ്റി അടിക്കും. അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും പറ്റില്ല. പിന്നെ സീഡ്, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, എന്തൊക്കെ കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഈവൻ ലൈക്ക് പ്ലാന്റ്, സീഡ്, അവിടെ പോയി മുളപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ടൈപ്പോ എന്ത് സാധനവും അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സീഡ്സ് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും മലയാളികൾ കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു അബദ്ധമുള്ള സാധനമാണ് കാർഡമം, ഏലക്ക. ഏലക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, ചായയിലൊക്കെ ഇട്ട് കുടിക്കാനും എല്ലാത്തിനും വേണമെന്നും പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ അത് കൊണ്ടുപോയ പ്രശ്നമാണ്, അതെടുത്ത് കളയും. അത് എത്രയോ വിലയുള്ള സാധനങ്ങൾ എയർപോർട്ടിൽ ഏറ്റവും വലിയൊരു വരുമാനമായി. ഈ കേരളക്കാർ പോകുമ്പോൾ അവർക്ക് വരുമാനമാണ്, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എടുത്ത് കളയുമായിരിക്കും, അല്ലെ അവരെടുത്ത് ഉപയോഗിക്കുമായിരിക്കും. പക്ഷെ കാർഡമം ഒരു കാരണവശാലും. പിന്നെ 2-3 നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ടൊരു പാസഞ്ചർ നോട്ടിഫിക്കേഷൻ കാർഡ് ഉണ്ട്. അതിന്റെ വീഡിയോ അപ്പായോ എന്ന് എനിക്ക് അറിയത്തില്ല, അതിന്റെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റേജിലാണ്. നമ്മളൊരു പാസഞ്ചർ കാർഡ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ അത് കാണാൻ പറ്റുമായിരിക്കും. ആ വീഡിയോ പെട്ടെന്ന് ഇട്ടേക്കാം. അപ്പോൾ ആ പാസഞ്ചർ കാർഡിനകത്ത് ഫില്ല് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് വേണേൽ ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും, പേടിക്കാനൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സീഡ്സ്, പ്ലാന്റ്സ്, ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഒന്നും ആ രാജ്യത്തേക്ക് കയറ്റത്തില്ല. ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി, ആ രാജ്യത്തെ എന്താ പറഞ്ഞ അവിടുത്തെ കൃഷി രീതികളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ. അപ്പോൾ ഈ അവിടെ ഇല്ലാത്ത ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവരണതിലൊക്കെ വലിയ പെർമിഷൻ ഒക്കെ വേണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഒരു സീഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും റെസ്ട്രിക്ഷൻ കേട്ടോ. അത് ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നത്. ഈവൻ ഷൂവിലുള്ള ഡെർട്ട് ഉണ്ടെങ്കിൽ പോലും അത് കയറ്റത്തില്ല. അപ്പൊ ഷൂവിൽ മണ്ണുണ്ടോന്ന് വരെ ചെക്ക് ചെയ്യും. അപ്പോൾ ഷൂ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഷൂ ഒക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് അതിന്റെ സോയിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വളരെ ക്ലീൻ ആക്കി മാത്രം കൊണ്ടുപോവുക. പിന്നെ തുരുമ്പെടുത്ത സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. ചിലവരൊക്കെ ഫോട്ടോഗ്രാഫി ക്രേസ് ഉള്ളവർ അവരുടെ ചില പ്രത്യേക എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അത് ഓടിച്ച് മടക്കി തുരുമ്പെടുത്ത വയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത്, അതൊക്കെ എടുത്ത് കളയും. ക്വസ്റ്റ്യൻസ്: ലാപ്ടോപ്പ് ഓർ നോട്ട്ബുക്ക് അവിടെ നിന്ന് വാങ്ങുന്നതാണോ എവിടെ നിന്ന് മേടിക്കുന്നതെന്നല്ലേന്ന്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആപ്പിൾ പ്രൊഡക്ട്സ് ആണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. പ്രൈസ് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും വലിയ വില വ്യത്യാസം ഇല്ല താനും. കാരണം ഓസ്ട്രേലിയയിലുള്ള പ്രൈസ് കുറവാണ് വെൻ കമ്പയർഡ് ടു ഇന്ത്യാസ് പ്രൈസ്. അപ്പം മാക്ബുക്ക് എയർ ഒരു സാധാരണ യൂസിന്, ഒരു ലൈറ്റ് വെയിറ്റ് യൂസിന് അത് മതി. ഈവൻ തോ ഇനി IT-യുടെ സാധനമാണെങ്കിൽ പോലും മാക്ബുക്ക് എയറിൽ ഓടും കേട്ടോ. മാക്ബുക്ക് പ്രോ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും വർക്കാവും. മാക്ബുക്ക് പ്രോവിന് ഒരു $2,000 1,00,000 രൂപയാവും. മാക്ബുക്ക് എയർ ആണെങ്കിൽ $1,300 താഴെ കിട്ടും. എന്ന് വെച്ചാൽ 65,000-70,000 രൂപയ്ക്കുള്ളിൽ കിട്ടും. അപ്പൊ ഈ 70,000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലും ആകും അല്ലേ, ഒരു അത്യാവശ്യം കോൺഫിഗറേഷൻ ഉള്ള ലാപ്ടോപ്പിന് ആ വില ആവുന്നുണ്ട്. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്ബുക്ക് എയർ ആണ്. പല കാരണങ്ങളാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഒരിക്കലും സ്റ്റക്ക് ആവത്തില്ല, ഒത്തിരി നാൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു 5-6 വർഷത്തേക്ക് ഈ ലാപ്ടോപ്പ് പുതിയതുപോലെ ഉപയോഗിക്കാം. അതാണ് ഞാൻ മാക്ബുക്ക് എയറിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വലിയ ബ്രാൻഡ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതിന്റെ യൂസബിലിറ്റി, അത് കൂടുതൽ നാൾ യൂസ് ചെയ്യാം. ഒൺലി തിങ് നമുക്ക് ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും എന്നുള്ളതേ ഉള്ളൂ. കൺട്രോൾ ബട്ടൺ ഇല്ല, അപ്പം അതിന് പകരം ഇവിടെ കമാൻഡ് ബട്ടൺ ആണ്. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കി നിങ്ങളൊന്ന് യൂസ്ഡ് ആയിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്ബുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ചിലപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് ഓടി, വർക്ക് പ്ലേസിൽ നിന്ന് ഓടി യൂണിവേഴ്സിറ്റിയിൽ പോകും, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിൽ പോകും. അപ്പോൾ പലയിടത്തും പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനവും വേണം. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങളുടെ ചുമലിൽ ഇട്ടുകൊണ്ട് ഈ പരിപാടിക്കെല്ലാം പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ്, ചെറിയ സ്ക്രീൻ മതി. എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും 15 ഇഞ്ച് വേണോ 13 ഇഞ്ച് വേണോ.
എന്നൊക്കെ ചോദിക്കുമ്പം 13 ഇഞ്ച് മതി. ചെറിയ സ്ക്രീനിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ മടിയിൽ വെച്ച് നിങ്ങളൊരു ട്രാമിലോ, ട്രെയിനിലോ, ബസ്സിലോ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ലാപ്ടോപ്പ് ഏറ്റവും പ്രവർത്തിപ്പിക്കാൻ എളുപ്പം കുഞ്ഞ് ലാപ്ടോപ്പാ അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു 13 ഇഞ്ച് ലാപ്ടോപ്പ് ആയിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ കാണും. സിനിമ കാണണമെന്നൊക്കെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കേബിൾ കണക്ട് ചെയ്ത് ഒരു ചെറിയ മോണിറ്ററൊക്കെ നമ്മുടെ ഗംട്രീ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ $30 വരെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൂമിൽ ഇരുന്ന് അങ്ങനെ കാണണമെങ്കിൽ കാണാമല്ലോ. അപ്പം പക്ഷെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും പരിപാടിക്കും ഒക്കെ കോമ്പാക്ട്, സ്ലിം, സ്ലീക്ക് ആയിട്ടുള്ള ലാപ്ടോപ്സ് ആണ് നല്ലത്. ഇൻ മെയിൻ ലഗേജ് ക്യാൻ വി പുട്ട് സിസേഴ്സ്, ഹാൻഡ് നൈഫ്, നെയിൽ കട്ടർ? ഇല്ല ജെഫിൻ ഫിലിപ്പ് സാം, മെയിൻ ലഗേജിലും ഇങ്ങനത്തെ സാധനം വെക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അത് അവർ സ്കാൻ ചെയ്യുമ്പോൾ എക്സ്റേ പോലത്തെ ഒരു മെഷീനകത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവർക്ക് കാണാം ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണ്. അപ്പോൾ ആ ഷേപ്പ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഷാർപ്പ് ഐറ്റം ആണല്ലോ, തുറപ്പിച്ച് അതെടുത്ത് കളയും കേട്ടോ. നമുക്ക് തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ ഓർക്കാതെ ഞങ്ങളൊരു ബ്രിസ്ബെയിൻ ട്രാവൽ പോയിച്ച് തിരിച്ചു വരുന്ന വഴി ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അല്ല, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് അങ്ങനത്തെ സാധനം കൊണ്ടുവരുത്. മസാല പൗഡർ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല, കൊണ്ടുപോകാം കേട്ടോ. പിന്നെ മസാല പൗഡറൊക്കെ നമുക്ക് ഓസ്ട്രേലിയയിലും കിട്ടും. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ഒരു യൂസിന്, കാരണം ഇവിടെ ഡോളർ വാല്യൂ ആകുമ്പോഴത്തേക്കും കൂടുമല്ലോ. അപ്പോൾ ഡബിൾ ദ പ്രൈസ് എന്തായാലും ആവും. അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ട മസാലയൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ മസാല നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം കേട്ടോ. വീട്ടിലെ പൊടിച്ച സാധനം കൊണ്ടുപോകാം, പക്ഷേ പ്രോപ്പർലി ലേബൽഡ് ആയിരിക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഒരു സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബേക്കറിയുടെയോ എന്തെങ്കിലും ഒരു ലേബൽ ഒട്ടിക്കണം. അത് പ്രോപ്പർലി പാക്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയോ, കൊമേഴ്ഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ള അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെടുത്ത് കളയും. അപ്പം നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് സാധാരണ പ്രൊഫഷണൽ ആയിട്ടുള്ള പാക്കേജിങ്ങിൽ എഴുതുന്ന പോലെ കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളതൊക്കെ എഴുതി ഒരു ബ്രാൻഡ് ചെയ്തിട്ട് ആ സാധനം കൊണ്ടുവരിക. അതാകുമ്പോൾ സേഫാണ്, അല്ലെങ്കിൽ എടുത്ത് കളയും. മെഡിസിൻസ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇൻഹീലർ പറ്റുമോ? പറ്റും. നമുക്ക് മെഡിസിനും ഇൻഹീലറും എടുക്കാൻ പറ്റും കേട്ടോ. അത് കരുതാം. ഇപ്പം നീഡിൽസ് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതുവരെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വാട്ട് ടു ടേക്ക്, വാട്ട് ടു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് റെഫർ ചെയ്യുകയും ചെയ്തായിരുന്നു ഇന്ന് മീറ്റിംഗ് കയറുന്നതിന് മുന്നേ. അപ്പോൾ നീഡിൽസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയബറ്റിസ് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് വിത്ത് പ്രിസ്ക്രിപ്ഷൻ, ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു മരുന്ന് ആവശ്യമാണ് എന്ന് കാണിച്ചു കൊണ്ടുപോകാം. അല്ലാതെ നീഡിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതും എടുത്ത് കളയും. അതൊക്കെ ഷാർപ്പല്ലേ, കുത്തി നോവിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സാധനം ആയതുകൊണ്ട് ആ സാധനങ്ങളും കളയും. നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ നിങ്ങളുടെ കൈ കരുതിയിരിക്കുന്ന വെച്ചിട്ട് വേറെ ആളെ ത്രട്ടൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് തോന്നിയാൽ അതെല്ലാം എടുത്ത് കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പബ്ജി കളിക്കുമ്പോൾ പാൻ വെച്ച് തലക്കടിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ അവർക്ക് പാനും അല്ലാതെ പാൻ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയത്തില്ല. അപ്പോൾ പാൻ എന്ന് പറയുന്ന സാധനം പോലും അവർക്ക് തോന്നിയ വേണം എടുത്ത് കളയാൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. പക്ഷേ സാധാരണ രീതിയിൽ അത് കുക്കിംഗ് യൂട്ടൻസിൽസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് വി ഷുഡ് ക്യാരി. ഓക്കെ, സ്റ്റുഡൻസിനോട് പറയുക, നമ്മളെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആദ്യത്തെ പോക്കിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണ്ട എന്ന് പറയും. കാരണം നമുക്ക് PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മതി. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇനി ഉടനെ വരാൻ പ്ലാൻ ഇല്ലെങ്കിൽ മാത്രം ഡോക്യുമെൻറ്റ്സ് കൈ കരുതിക്കോ. പക്ഷെ അതല്ല, നിങ്ങൾ ഇടയ്ക്ക് വരാൻ പ്ലാനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഈ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് പോയാൽ പോരെ. ഇപ്പോൾ മൈഗ്രേഷൻ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മൈഗ്രേഷൻ ഏജന്റ് വഴിയാണ് പോകുന്നെങ്കിൽ പോലും സ്കാൻഡ് ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി. നമ്മുടെ ഡോക്യുമെന്റ്സ് അവർക്ക് വേണ്ട, അവർ തന്നെ അറ്റസ്റ്റ് ചെയ്ത് വെച്ചോളും. ഇനി അതല്ല നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ചോ മൈഗ്രേഷൻ്റെ കാര്യങ്ങൾ, അന്നേരം നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ഒരാളെ കാണിച്ച് വെരിഫൈ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ അറ്റസ്റ്റഡ് കോപ്പി ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മൈഗ്രേഷൻ ഏജൻസ് ആണെങ്കിൽ അവർക്ക് നിങ്ങൾ നേരെ കൊടുത്താൽ മതി, അവർക്ക് തന്നെ അറ്റസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ അവർ അതിലൊന്നും പറയാറില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ഇപ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ട് വേറെ ഒരു യൂസും ഇല്ല. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട COE പ്രിന്റ് ചെയ്ത് കൈ കരുതുക, എയർ ടിക്കറ്റ് കൈ കരുതുക, പാസ്പോർട്ട് കൈ കരുതുക. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് കയ്യിലൊന്ന് കരുതിയേക്കുക. ഇൻ കേസ് അത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് വല്ല ചോദ്യങ്ങളും ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല. അപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിട്ട്
ഇവൻ്റെ IELTS സ്കോർ എന്തിയെ, PT സ്കോർ എന്തിയെ, അങ്ങനെ ചോദിച്ചിട്ട് ആൾക്കാരെ പിടിക്കുകയും ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് കള്ളത്തരത്തിൽ PT IELTS എടുത്തവർക്കാണ് ആ പ്രശ്നം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നിയാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം. അല്ലാത്ത രീതിയിൽ അതൊന്നും ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്കോർ കാർഡും കൂടെ പ്രിന്റ് ചെയ്ത് കൈ വെച്ചേക്ക്. ഈവൻ ഇമെയിലിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഇനി എന്തിനാ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എങ്ങാനും ഓഫായി പോയാലോ എന്ന് ഓർത്തിട്ടാ. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊന്നും പ്രിന്റ് എടുക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ഫോണിൽ എടുത്ത് കാണിച്ചാലും മതി, COE ഉൾപ്പെടെ. പ്രിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്, പെട്ടെന്ന് ഫോണിൽ കയറി തപ്പണ്ടായി ഡോക്യുമെന്റ്സ് ഒക്കെ എന്നുള്ളത് കൊണ്ടാണ്. വാട്ട് ആർ ദ പേഴ്സണൽ ഡോക്യുമെന്റ്സ്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഋഷികേഷ് ചോദിക്കുന്നു, വീട്ടിലുണ്ടാക്കിയ അച്ചാർ കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര ക്വാണ്ടിറ്റിയാണ് അലൗഡ്? വീട്ടിലുണ്ടാക്കിയ അച്ചാർ കൊണ്ടുപോകാം. അത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതി, വിത്ത് ലേബൽ കേട്ടോ. നമ്മൾ ഗ്രാൻഡ് മാസിൻ്റെ അച്ചാറിന് കിട്ടുന്ന ലേബൽ പോലെ തന്നെ ഒരു ലേബൽ ഉണ്ടാക്കി കൊണ്ടുപോകണം. അല്ലാതെ വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ച് വെറുതെ പേര് അങ്ങനെ എഴുതാതെ അതിനകത്ത് കണ്ടൻസ് എന്താണെന്ന് വളരെ പ്രൊഫഷണലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, കൊണ്ടുപോകാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കവർ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ബാഗിൻ്റെ സൈസിന് സംശയമുള്ളവർ നമ്മളൊരു ഡോക്യുമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റിനകത്ത് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത്, ബാഗിൻ്റെ സൈസ് ഉൾപ്പെടെ ഡയമെൻഷൻ ഉൾപ്പെടെ ക്വാണ്ടസിൻ്റെയും ശ്രീലങ്കൻ എയർലൈൻസിൻ്റെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഷീറ്റ് നമ്മുടെ എൻ്റെ ഓസ്ട്രേലിയ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ കയറണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഒക്കെ റീസെൻറ്റ് വീഡിയോസിൻ്റെ അകത്തൊക്കെ ഉണ്ട്, അതിനകത്ത് ഡെയിലി പോസ്റ്റ് ചെയ്തേക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ പറ്റും. ക്വാണ്ടിറ്റി എത്രയെന്ന് ചോദിക്കുന്നത്, ക്വാണ്ടിറ്റി അങ്ങനെ ഒരു ക്വാണ്ടിറ്റി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, നമ്മുടെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഒരു 500 ഗ്രാംസും ഒക്കെ കുഴപ്പമില്ല. 2 ബോട്ടിലായിട്ട് 500 ഗ്രാംസ് വെച്ചാലും 1 കിലോ ഒക്കെ, അതിൽ കൂടുതലൊന്നും ആർക്കും വേണ്ടല്ലോ, പേഴ്സണൽ യൂസ് എന്നുള്ളതാണ്. ഇത് റെക്കോർഡഡ് ആണെങ്കിൽ ഇത് ലൈവ് ആയതുകൊണ്ട് യൂട്യൂബിൽ ഈ വീഡിയോ കിടപ്പുണ്ടാവും. ആദ്യത്തെ 2-3 മിനിറ്റ് ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പം തീർച്ചയായിട്ടും ആ സമയം ഒന്ന് സ്ലൈഡ് ചെയ്ത് കളഞ്ഞേക്കുക. എയറോസോൾസ് പറ്റില്ലല്ലോ, ബട്ട് നോൺ എയറോസോൾ പെർഫ്യൂംസ് പറ്റുമോ? എയറോസോൾ പെർഫ്യൂം നമ്മുടെ സാധാരണ സ്പ്രേസ് പറ്റും, അത് 150 ml വരെ പറ്റുള്ളൂ എന്നുള്ളതാണ്. 100 ml. നോൺ എയറോസോൾ പെർഫ്യൂംസ് പറ്റും. അപ്പം എന്താണ് ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങൾ ഹാൻഡ് ക്യാരിയിൽ ഒരു ബോട്ടിൽ 100 ml കൂടുതൽ വരാൻ പാടില്ല എന്നാണ്. അപ്പം ഇതിനെ എല്ലാം ലിമിറ്റഡ് ആയിട്ട് മാത്രം കരുതുക. മറ്റേ മെയിൻ ലഗേജിൽ കുറച്ചുകൂടെ കരുതിയാലും കുഴപ്പമില്ല. മെയിൻ ലഗേജിൽ കുഴപ്പമില്ല, ക്യാബിൻ ബാഗിൽ പാടില്ല. കൺഫ്യൂഷൻ ഇല്ലല്ലോ, മെയിൻ ലഗേജ് വലിയ ബാഗ്, ക്യാബിൻ ബാഗ് ചെറിയ ബാഗ്, 7 കിലോയുടെ ബാഗ്. പിന്നെ ഈ 7 കിലോ കൂടാതെ ലാപ്ടോപ്പ് വേറെ കരുതാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ 7 കിലോ കൂടാതെ ലാപ്ടോപ്പും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ലാപ്ടോപ്പ് ബാഗ്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ രണ്ടാമത് പോയിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ടോട്ടൽ വെയിറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞ് അത് അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ചില കേസുകളിൽ അത് ആ എയർലൈൻ സ്റ്റാഫ് പോലെ ഇരിക്കും, ആ 7 കിലോയ്ക്കകത്ത് ലാപ്ടോപ്പ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, വെയിറ്റ് കൂടുതലാണെങ്കിൽ മാനേജറിനോട് ചെക്ക് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ മാനേജറിനെ വിളിക്കുമ്പോൾ അവർ അപ്രൂവ് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസ് ആയതുകൊണ്ട് കേട്ടോ. ലാപ്ടോപ്പ് 7 കിലോ കൂടാതെയും അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആ ലാപ്ടോപ്പ് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കോണ്ടാക്ട് ലെൻസ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും സജു, കോണ്ടാക്ട് ലെൻസ് കരുതാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പാർട്ട് ടൈം ജോബിന് ഹെൽപ്പ് വേണമെങ്കിൽ അതിൻ്റെയും മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക. പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഇന്ത്യയിൽ പോയ സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം എല്ലാവരും ജോലിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹായം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ പോകാവുന്ന സ്റ്റുഡൻസിനെ അവർ മെൻറ്റർ ചെയ്യുന്നുണ്ട്. റെസ്യൂമേ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും നമ്മൾ ഷെയർ ചെയ്യുകയും നമ്മുടെ കോൺടാക്ട് സർക്കിളിൽ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ പോകുമ്പോൾ ഈ ഹെൽപ്പ് എടുക്കുക, അടുത്ത ഇന്ത്യക്ക് വരുന്ന കുട്ടികളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി വലുതാക്കാം. മിന്നി, ക്ലിനിക്കിലെ പ്രിസ്ക്രിപ്ഷൻ മതിയോ മെഡിസിൻസിന്? മതി, അതായാലും മതി. ഷാംപൂ
കോക്കനട്ട് ഓയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഷാംപൂ പറ്റും, കോക്കനട്ട് ഓയിൽ പറ്റും. ഇതിൻ്റെ അടപ്പ് തുറക്കാതെ കൊണ്ടുപോകാൻ നോക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാത്തതാണ് നല്ലത്. അതവരെ അറിയേല. പക്ഷേ അങ്ങനെ നോക്കത്തില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ബ്രാൻഡ് ന്യൂ കൊണ്ടുപോവുകയാണെങ്കിൽ സീൽഡ് ആണെങ്കിൽ അവർക്ക് അതാണ് ഏറ്റവും സേഫ്. അല്ലാത്തത് വേണമെങ്കിൽ അവരെടുത്ത് കളയും. ഓൾറെഡി തുറന്നതാണെന്ന് പറഞ്ഞ്. ഓർണമെന്റ്സ് കൊണ്ടുപോകാൻ പറ്റുമോ? ഓർണമെന്റ്സിന് ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. ഗോൾഡിനൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 പവനാണ് ആ ഗോൾഡിന്റെ വാല്യൂ പറയുന്നത്. അത്രത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകുന്നത് 10,000 ഓസ്ട്രേലിയൻ ഡോളർ വരെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ഇന്ത്യൻ റുപ്പി. അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം 10,000 ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം 5.5 ലക്ഷം രൂപ വരും. ഇപ്പം 55 റേറ്റ് എങ്കിൽ 5.5 ലക്ഷം രൂപ വരും. അപ്പം അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഒത്തിരി ക്യാഷ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ കാർഡ്സ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എങ്കിലും ഞങ്ങൾക്ക് ഒരു നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ. ഞങ്ങൾ കാർഡ് എടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. എബിക്സ് കാർഡായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തത്. ഞങ്ങൾ നിർബന്ധിക്കുന്നത് വിസ അടയ്ക്കാനും ഒക്കെ. വിസയ്ക്കൊക്കെ പലർക്കും കാർഡില്ല അല്ലേ, വിസ ഫീസ് അടയ്ക്കാനും ഒക്കെ. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ പലരും എബിക്സ് എടുക്കാറുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ വിസയുടെ സമയത്ത് ഫീ അടയ്ക്കാൻ നേരവും അവർക്ക് ആ കാർഡിൽ നിന്ന് ഫീ അടയ്ക്കാം. ഇപ്പം നമ്മുടെ ഹൊലാവേൾഡിന്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഏജൻസിയുടെ അക്കൗണ്ടിലും ഒക്കെ സ്വീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് ഫണ്ട് മേടിക്കുമ്പോൾ നമുക്ക് GST ചാർജ് വരും അല്ലേ, ഓരോ ട്രാൻസാക്ഷനും നമുക്ക് പറയേണ്ടി വരും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. ഈ കാർഡ് എടുക്കുക, ഇതുവഴി പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞത്. എനിക്കറിയാം പല കുട്ടികൾക്കും 50,000 രൂപയൊക്കെ വരെ പണ്ട് 40,000 ആയിരുന്ന സമയത്ത് ഫീസ് മേടിച്ച് ഏജൻസികൾ ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് GST അവരുടെ അക്കൗണ്ടൻസ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എക്സ്ട്രാ ഒക്കെ മേടിക്കും. നമ്മൾ കഴിവതും നമ്മൾ ഒരിക്കലും GST തുക കുട്ടികളുടെ നിന്ന് പോവാതെ സേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർഡ് എടുക്കാൻ പറഞ്ഞത്. ഇനി ആ കാർഡ് കൊണ്ട് തന്നെയാണ് സെക്കൻഡ് യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുമ്പോൾ നിങ്ങൾ കയ്യിലധികം ക്യാഷ് കരുതാതിരിക്കുന്നത് നല്ലത്. കാരണം നമുക്ക് കിട്ടുന്ന ഇവിടെ റൂമുകൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ലോക്കൊന്നും കാണത്തില്ല. സിമ്പിളായിട്ടൊരു സ്ലൈഡ് ഇട്ടാൽ പോലും ആ ഡോറ് തുറന്നു വരും. അപ്പം ചെറിയ ഏത് കീ ഇട്ടാലും ഡോറ് തുറന്നു വരും. അങ്ങനത്തെ ഡോർസൊക്കെയാണ്. അപ്പം സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ഓസ്ട്രേലിയയിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടിക വെച്ചിട്ടല്ല ഓരോ റൂമും സെപ്പറേറ്റ് ചെയ്യുന്നത്. തടി കൊണ്ടും ചെറിയ ബോർഡൊക്കെയാണ്. അപ്പോൾ ഫയർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് ഈ വലിയ ലോക്കൊന്നും വെക്കാൻ സമ്മതിക്കാത്ത റൂംസിന്. അപ്പം ഇങ്ങനൊരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ പലരും വരുന്ന കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് കാണാം. ചിലയിടത്തൊക്കെ നമുക്കറിയില്ല നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ ആരായിരിക്കും അല്ലേ, മൾട്ടിനാഷണൽസ് ഒക്കെ കാണും. അപ്പോൾ സേഫ് അല്ലാതെ പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ പോയ കേസ് അറിയാം. ഹൊലാവേൾഡിന്റെ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പേഴ്സും ബാഗും. അത് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പോയതാണ്. അപ്പോൾ ഭാഗ്യവശാൽ ആ കുട്ടിക്കൊക്കെ ഈ കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കാർഡ് നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു. നമ്മൾ പെട്ടെന്ന് എബിക്സ് ടീമിനെ പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കാശ് നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാർഡ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി കാർഡ് എടുക്കാത്തവർ ഇനി ലാസ്റ്റ് നിമിഷം ടെൻഷൻ അടിച്ച് പോകുമൊന്നും വേണ്ട. ഓൾറെഡി കോംബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ കിടപ്പുണ്ട്. നമ്മുടെ ചാനലിൽ കോംബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബേസിക്കലി ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം കോംബാങ്കിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാഫ് ഡേ പോകും. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് അവിടെ പോയാൽ വിത്തിൻ ഹാഫ് ആൻ അവർ കാര്യങ്ങൾ ശരിയാവും. പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. നമ്മുടെ ആഫ്റ്റർ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു $2,000 ഒക്കെ കൈ കരുതിയാൽ മതി. ബാക്കി നമുക്ക് കോംബാങ്കിന്റെ കാർഡ് ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്ത് ഓഫീസിൽ പോയി, അതായത് കോംബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി 7 ദിവസം കൊണ്ട് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്രസ്സിലേക്ക് അവർ കാർഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു തരും വിതിൻ 7 ഡേയ്സ്. അപ്പം 7 ദിവസം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് കൈ കരുതിയാൽ മതിയാവും. പിന്നെ സംതിങ് വി നീഡ് ടു ബി കൺസേൺഡ് അബൌട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വി റീച്ച് ഓസ്ട്രേലിയ. യെസ്, ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എയർപോർട്ടിൽ നിങ്ങൾക്ക് വൈഫൈ ഉണ്ട്. ആ വൈഫൈ വെച്ചിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ കോൺടാക്ട് ചെയ്യാം. ഡ്രൈവർ ആരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരാ പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പലർക്കും നെറ്റ്വർക്ക് ഇല്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രൊവൈഡറിന് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരിക. ഇപ്പോൾ നമ്മൾ സിം കൊടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സിമ്മിൽ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ സിം ആക്റ്റീവ് ആക്കണമെങ്കിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ ചെക്ക് ഇൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ബോർഡർ പാസ് ചെയ്ത് കഴിയുമ്പോഴേ ആക്റ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാത്രി 11:30, 12-നൊക്കെ ലാൻഡ് ചെയ്യുന്നവർക്ക്
ആ സമയത്ത് നമ്മുടെ ഈ സിം എടുത്ത് കൊടുക്കുന്ന ടീമുണ്ടല്ലോ ഓസ്ട്രേലിയയിലുള്ള, അവര് വർക്കിംഗ് അല്ല. അപ്പോൾ അവരുടെ സിം ആക്റ്റീവ് ആവാതെ പിറ്റേന്ന് രാവിലെ ഓഫീസ് അവേഴ്സിലായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി കുട്ടികളും ടെൻഷൻ ആവുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ റോമിംഗ് ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് പോകുന്നത് ഏറ്റവും നല്ലത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് സിം മേടിക്കാൻ കിട്ടും. അത് സ്റ്റുഡൻസിനൊക്കെ നല്ല ഓഫർ കിട്ടും. അമേസിം ഏറ്റവും നല്ലത് ടെൽസ്ട്ര എന്ന് പറഞ്ഞു, ടെൽസ്ട്ര TLSTR, ടെൽസ്ട്ര ആണ് ഏറ്റവും നല്ല നെറ്റ്വർക്ക്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ്. സെക്കൻഡ് ബെസ്റ്റ് ഒപ്റ്റസ് ആണ്, അതും കോസ്റ്റ്ലി ആണ്. അപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള സ്ഥലമാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമേസിമും ബൂസ്റ്റ് എന്ന് പറഞ്ഞ 2 കണക്ഷൻസ് അത്യാവശ്യം കോസ്റ്റ് കുറവാണ്, നല്ല റിലയബിൾ ആയിട്ടുള്ള സിമ്മാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ടെൽസ്ട്രയുടെയും ഒപ്റ്റസ് നെറ്റ്വർക്കിൻ്റെയും തന്നെ ലോ കോസ്റ്റ് ആണ്. അപ്പോൾ അതേ അവരുടെ തന്നെ ലോ കോസ്റ്റ് സാധനമാണ്. അപ്പോൾ അവരുടെ ബാൻഡ് കുറവായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും. മാത്രമല്ല അമേസിമിനകത്തും ബൂസ്റ്റിനകത്തും ഇന്റർനാഷണൽ മിനിറ്റ്സ് അൺലിമിറ്റഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിൽ 1000 മിനിറ്റ്സ് ഒക്കെ ഉള്ള എങ്കിലും ഒരു പ്ലാൻ എടുക്കാൻ നോക്കുക. എസ്പെഷ്യലി നിങ്ങൾ ചെല്ലുന്ന ദിവസങ്ങളിൽ നെറ്റ്വർക്ക് കണക്ഷൻ്റെ കാര്യം അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇന്റർനാഷണൽ കോൾ വീട്ടിലൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ട് പോവുക, ഇന്റർനാഷണൽ റോമിംഗ്. അവിടെ ചെന്ന് നമുക്ക് നെക്സ്റ്റ് ഡേക്ക് സിം എടുക്കുക. അതാണ് സെക്കൻഡ് തിങ് ചെയ്യേണ്ടത്. സിം എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പ് TFN, ടാക്സ് ഫയൽ നമ്പർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടേക്കാം. ABN അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ആയിട്ട് ജോബ്സ് ഒക്കെ ചെയ്യാം. ഇനി ജോബ് കിട്ടാത്തവർക്ക് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട്. എയർ ടാസ്കർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, എയർ ടാസ്കർ. അപ്പോൾ അതുപോലത്തെ സിമിലർ സൈറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ ജോബുകൾ പോസ്റ്റ് ചെയ്യും. ഇന്ന് ഗാർഡനിങ്ങിന് ഞങ്ങൾക്ക് ഹെൽപ്പ് ആളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ മൂവ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ ജോബ്സ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ക്ലീനിങ്ങിന് ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ജോബ്സ് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ജോബ് കണ്ടിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. $100, $150 അങ്ങനെ കോട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ജോബ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യും, നിങ്ങൾക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്ക് കയറാനും പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ABN വഴിയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ വഴിയാണ്. അതൊക്കെ ഒരു കോൺട്രാക്ട് ജോബാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. TFN എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമലി സാലറീഡ് ആയിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്മിൻ ജോബായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടുമല്ലേ റെഗുലറായിട്ട്. അത് നിങ്ങൾക്ക് TFN വഴി, ടാക്സ് ഫയൽ നമ്പർ വഴി ലിങ്ക് ചെയ്തിട്ടാണ് അങ്ങനത്തെ പൈസ മേടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്കും പോകും. അപ്പോൾ ടാക്സ് കട്ടും ഉണ്ടാവും ആ പൈസയിൽ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെയിൽ കട്ടർ പാക്കിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റില്ല, അത് എടുക്കണ്ട. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ, നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് നെയിൽ കട്ടർ എടുത്ത് മാറ്റണേ. അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതില്ല, അത് കൊണ്ടുപോകണ്ട. സംതിങ് വി നീഡ് ടു ബി കൺസേൺ അത് പറഞ്ഞു. ക്യാൻബറ ഏത് നെറ്റ്വർക്ക് പ്രൊവൈഡർ ആണ് നല്ലത്? ക്യാൻബറയിൽ അമേസിം വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അമേസിം, നമുക്കൊരു സിം അമേസിം ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ കുഴപ്പമില്ല, അമേസിം ഇസ് സേഫ്. വുഡൻ സ്പാറ്റുല കൊണ്ടുപോകാമോ? കൊണ്ടുപോകാം. വുഡൻ റോസറി പറ്റുമോ? കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അരമണിക്കൂറായി. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മെസ്സേജ് അയക്കുമോ, ഇതിനകത്ത് കമൻറ്റ് ഇടുകയോ ചെയ്യും. ഇതിനകത്ത് കമൻറ്റ് ഇട്ടു, നമ്മൾ അതിനകത്ത് റിപ്ലൈ തന്നുകൊണ്ടേ ഇരുന്നോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ ജോയിനിങ്. ബൈ ബൈ. വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ? ബൈ ബൈ.